ഹായ് ഫ്രണ്ട്സ്, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. പേരെന്താണ്? ഗൗരി. ഗൗരിയ. എവിടെയാണ് വീട്? എന്റെ വീട് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ എവിടെയായിട്ട് വരും? കൊടുങ്ങല്ലൂര് തിരുവഞ്ചിക്കുളം അമ്പലത്തിന്റെ അടുത്തായിട്ട് വരും. ഓക്കെ. അപ്പൊ എവിടേക്കാണ് യാത്ര? റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഡൽഹിക്ക് പോവാ. ഓ, ഡൽഹി പോണല്ലേ? ഡൽഹിയിൽ എന്താണ്? ഞാൻ ഡൽഹിയിൽ പഠിക്കാണ്. ഓ, ഏത് കോഴ്സാണ്? ഞാൻ ബികോം ഓണേഴ്സ്. എത്ര വർഷമായി ഡൽഹിയിൽ പഠിക്കണം? ഞാൻ ഇപ്പൊ 3 വർഷം. 3 വർഷമായിട്ട് ഡൽഹിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ട്ടാ. നമുക്ക് ഏത് കോഴ്സാണ് പഠിക്കണം ആൾ പറഞ്ഞു? ബികോം ഓണേഴ്സ് ആണ്. അപ്പൊ എത്ര വർഷത്തെ കോഴ്സാണ് ഇത്? ഇത് 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ കോഴ്സാണ് ആൾ ചെയ്യണത്. അപ്പൊ താമസവും സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ അവിടെ ഫ്ലാറ്റിലാണ് നിക്കണേ. ഓക്കെ. ഫ്ലാറ്റിലാണ് ഇവര് താമസിക്കണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ബികോം പഠിക്കാനായിട്ട് എത്ര രൂപയൊക്കെ ചെലവ് വരും? ഫീസൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് ഇയർലി ആണ് വരുന്നത്. ഇപ്പൊ ഒരു വർഷം ഒരു 16,000 സംതിങ് വരും. ഫീസായിട്ട് വരും അല്ലേ? 16,000 രൂപ ഒരു വർഷം ഫീസായിട്ട് കോളേജിൽ കൊടുക്കണം. അത്രേ ഉള്ളൂ, വലിയ ഫീസൊന്നും ഇല്ല. അപ്പൊ അപ്പൊ ഒരു മാസം ഏകദേശം ഒരു 2,000 ഇല്ലാതെ താഴെ വരുള്ളൂ. ചെറിയ ഫീസൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫീസ് വരുന്നുള്ളൂ. 2,000 രൂപ താഴേക്ക് ആയിട്ട് ഫീസ് വരുന്നുള്ളൂ. അതെന്താണ് അത്ര കുറവ് ഫീസ് കിട്ടുന്നത്? നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലേ, നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ എന്താ പറയാ, ബെസ്റ്റ് എഡ്യൂക്കേഷൻ അറ്റ് ലോവസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയണ പോലെ ഒരു സംഭവം. അങ്ങനെയാണ് അതിന്റെ സംഭവം അല്ലേ? ഗവൺമെന്റ് കോളേജാണ് അപ്പൊ അല്ലേ? അപ്പൊ ഇവിടെ കിട്ടാനായിട്ട് എങ്ങനെയാണ്? മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ CUET എന്ന് പറയുന്ന എൻട്രൻസ് എഴുതണം. അതിൽ പാസ്സായിട്ട് നമ്മൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. അപ്പൊ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. എത്ര എക്സാം ഉണ്ടാവും? ഒരെണ്ണോ രണ്ടോ? നമ്മൾ കൊടുക്കണ ചോയ്സ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ ബികോം ഓണേഴ്സിനായിട്ടാണ് വെച്ചത്. അപ്പൊ എനിക്ക് 2 തവണ എക്സാം എഴുതേണ്ടി വന്നു. 2 എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ. അല്ല, CUET-ൽ തന്നെ നമുക്ക് 2 പേപ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വന്നു. എക്സാം ഒന്ന് തന്നെ അല്ലേ? അപ്പൊ 2 ദിവസം എക്സാം എഴുതേണ്ടി വന്നാണ് ആള് പറയണത്. 2 എക്സാം അല്ലെ? ഒരു ദിവസം തന്നെ ആയിരുന്നു? അല്ലല്ല, 2 ദിവസമായിട്ട് 2 ദിവസമായിട്ട് 2 എക്സാം എഴുതിയിട്ട് അതിൽ എത്ര പെർസെന്റേജിൽ കിട്ടണം മാർക്ക്? അത് ഓരോ കോളേജ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ പല കോളേജസ് ഉണ്ട്. അപ്പൊ ഓരോ കോളേജസിനും അവരവരുടേതായ ഓരോ കട്ട് ഓഫ് ഉണ്ടാവും. അങ്ങനെ അപ്പൊ ഓരോ കോളേജിൽ കിട്ടണതിന് ഇത്ര പെർസെന്റേജ് മാർക്ക് എൻട്രൻസിൽ മേടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കോഴ്സിന് അവിടെ ചേരാൻ പറ്റുള്ളൂ. വലിയ ഫീസ് ഒന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റ് അല്ലേ ഇത്? സെൻട്രൽ ഗവൺമെന്റിന്റെ കോളേജാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ആൾക്ക് കിട്ടിയെന്ന് പറയുന്ന ആള്. അപ്പൊ താമസിക്കാനൊക്കെ എന്തോരം ചെലവ് വരും നമുക്ക്? ഇപ്പോ നമ്മളിപ്പോ ഒരു PG-ലൊക്കെ നിക്കണേന്ന് വെച്ചാല് മാസം 8,000 അല്ലെങ്കിൽ 9,000 10,000 വരെയൊക്കെ പോകും. PG എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫുഡും അക്കോമഡേഷനും ഒരുമിച്ചുണ്ടാവും? അവര് തരും. നമ്മളൊന്നും ചെയ്യണ്ട. നമ്മള് ജസ്റ്റ് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിക്കണം. ഇനിയിപ്പോ ഫ്ലാറ്റിലാണ് നിക്കണേന്ന് വെച്ചാല് ഇപ്പൊ ഒരു 2 BHK ഒക്കെ നിക്കണേന്ന് വെച്ചാല് 16,000. അപ്പൊ അതിലൊരു 4 പേർക്ക് നിക്കാം. അപ്പൊ ഒരാൾക്ക് 4,000 വെച്ച് കൊടുത്താൽ മതി.